നമസ്തേ. പ്രണയം വിവാഹം നടക്കുന്ന ജാതകങ്ങൾ എന്നതാണ് നമ്മുടെ ഹെഡിങ്. അപ്പോൾ പ്രണയവിവാഹം എങ്ങനെയുള്ള ജാതകങ്ങൾക്കൊക്കെയാണ് വരിക? സാധാരണമായിട്ട് 7ാം ഭാവത്തിന് ശുക്രബന്ധം വരിക, എന്നിട്ട് ആ ദശ നടത്തുക. ശുക്രനാണ് പ്രണയത്തിൻ്റെ കാരകൻ. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവാണ്. ആകർഷിക്കാനുള്ള കഴിവ് തരുന്നൊരു ഗ്രഹം ശുക്രനാണ് എന്നുള്ളതാണ്. അത് നമ്മൾ അറിയാതെ നമുക്ക് ആകർഷണം തോന്നുന്നത് നമ്മൾ അറിയാതെയാണ്. നമ്മളൊരിക്കലും വേണമെന്ന് വെച്ചിട്ട് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരാളെ കാണുമ്പോഴത്തേനും നമുക്ക് ആകർഷണം തോന്നും. ഒരേ സ്വഭാവം, നമുക്ക് ചേരുന്ന സ്വഭാവമാണെന്ന് തോന്നും. ചില ആളുകൾ തന്നെ, ഈ ബിസിനസ് ചെയ്യുന്നവർ തന്നെ, ചില നല്ല ബിസിനസ്സേഴ്സ്, അത് പ്രണയം എന്ന് പറഞ്ഞാൽ വിവാഹത്തിൽ മാത്രമല്ല, നല്ലൊരു സഹതൊഴിലാളി തിരഞ്ഞെടുക്കുന്നതിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ഈ 7ാം ഭാവത്തിന് ശുഭത്വവും ശുക്രൻ്റെ ബലമൊക്കെ പ്രധാനമാണ്. ശുക്രൻ്റെ 2 രാശികളും ഇടവം, തുലാം രാശികൾ, പ്രധാനമായിട്ടും വിവാഹ പ്രണയത്തിന് തുലാം രാശിക്ക് ശുഭത്വം. ശുക്രൻ അവിടെ നിൽക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിശേഷം. അതേപോലെ തന്നെ ചെറുപ്രായത്തിൽ ശുക്രനോട് ചേർന്ന നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ വരെ, അതായത് പ്രണയം നടക്കേണ്ട സമയത്ത് ശുക്രനോട് ചേർന്ന ഗ്രഹങ്ങളുടെ ദശ അല്ലെങ്കിൽ ശുക്രൻ്റെ തന്നെ ദശ, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രണയം യഥാർത്ഥത്തിൽ പൂത്തുലയ. ശുക്രനോട് രാഹുവാണ് ചേരുന്നത്, രാഹുവിൻ്റെ ദശയെ നടക്കുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, അത്യാവശ്യം ചേരുന്ന പ്രണയവിവാഹമായിരിക്കും. അതേസമയം ശുക്രനോട് രാഹു ചേർന്ന് ശുക്രൻ്റെ ദശയാണ് ചെറുപ്രായത്തിൽ 20 വയസ്സ് മുതൽ നടക്കുന്നതെങ്കിൽ അത് ചേരാത്ത പ്രണയമായിരിക്കും. അതായത് വീട്ടുകാർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പ്രണയമായിരിക്കും. വീട്ടുകാരുമായിട്ട് അത് 7ാം ഭാവവും ഭാവാധിപനും കാരകനും ഒക്കെ ഈ തടസ്സം കാണിക്കും. ആ സമയത്ത് ശുക്രൻ്റെ ദശ, ശുക്രൻ്റെ കൂടെ നിൽക്കുന്ന രാഹുവിൻ്റെ ദശ, രണ്ടും 2ആണ്. ശുക്രൻ്റെ ദശ, ശുക്രൻ്റെ കൂടെ നിൽക്കുന്ന ശനിയുടെ ദശ, രണ്ടും 2ആണ്. ശുക്രൻ്റെ കൂടെ രാഹുവോ ശനിയോ നിൽക്കുമ്പോൾ, ഇത് പ്രത്യേകം പറയാം, ശുക്രൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ബുധൻ എന്ന് പറയുന്നത് 12 വയസ്സ് വരെയുള്ള ഒരു പ്രായമാണ്. ചൊവ്വ എന്ന് പറയുന്നത് 18-20 വയസ്സ് വരെയുള്ള, അല്ലെങ്കിൽ ആ ഒരു കൗമാരം മുതൽ യൗവനം വരെയുള്ള ആ ഒരു ബലമായിട്ടുള്ള സമയത്തിനെയാണ് ചൊവ്വ. അതിനുശേഷം 18 വയസ്സ് മുതലുള്ള സമയത്തെ 30 വയസ്സ് വരെയുള്ള സമയമാണ് ശുക്രൻ്റെ പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ശുക്രൻ്റെ പ്രായം കഴിഞ്ഞിട്ടാണ് പിന്നെ ഗുരുവിൻ്റെ പ്രായം, ചന്ദ്രൻ്റെ പ്രായം, മാതാവിൻ്റെ പ്രായം. ശുക്രൻ കഴിഞ്ഞാൽ കൗമാര, അതായത് വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയാണ് ശുക്രനെ കണക്കാക്കുക. കുമാരപ്രായം, മനസ്സിന് ആ പ്രായം ഉണ്ടാവും. ശുക്രദശയ്ക്കും ശുക്രൻ വരുമ്പോഴും അത് ആ പ്രായത്തിൽ വരുമ്പോഴും അതാണ് നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ പ്രണയം മാത്രം ചെയ്തു പോകും. ഇപ്പോൾ ലോകം മൊത്തം യുദ്ധത്തിൽ നടക്കുന്ന സമയമാണ്. യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? പ്രണയവിരുദ്ധമാണ്, വൈരാഗ്യം കൊണ്ടുണ്ടാകുന്നതാണ് യുദ്ധം. അതിന് നേരെ ഓപ്പോസിറ്റാണ് ശരിക്കും പ്രണയം എന്ന് പറയുന്നത്. പ്രണയം ഇഷ്ടമാണ്, എല്ലാവരെയും ആകർഷിക്കാനുള്ള കഴിവ് തരുന്ന ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ ശുക്രൻ ശരിക്കും പറഞ്ഞാൽ 18 വയസ്സ് മുതൽ വിവാഹം 30 വയസ്സ് വരെയുള്ള, മാതാവാകുന്നത് വരെയുള്ള ആ പ്രായത്തെയാണ് ശുക്രൻ്റെ ഒരു കാലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ചന്ദ്രൻ വരുമ്പോൾ ഓരോ ഗ്രഹങ്ങളും ചേരുന്നതിനനുസരിച്ചാണ്. അത് കഴിഞ്ഞ് വരുന്ന ശനി, രാഹു വളരെ ഏജ് ഓവറായിരിക്കും. ശനി വൃദ്ധ സ്വഭാവത്തിൽ കാണിക്കും. അപ്പോൾ ശനിയുമായിട്ടും രാഹുവുമായിട്ടും ശുക്രൻ ചേരുമ്പോൾ ഈ വൃദ്ധ സ്വഭാവത്തെ കാണിക്കുന്ന പ്രണയങ്ങളുണ്ടാവാം. എങ്ങനെ? ദശ ശുക്രൻ്റെ നടക്കണം. രാഹുവുമായിട്ട് ശുക്രൻ ചേർന്ന് ശുക്രദശ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രണയം പ്രായാധിക്യമുള്ളതോ ചേരാത്തതോ സൊസൈറ്റിയിൽ തന്നെ മാതാപിതാക്കൾക്ക് അനുയോജ്യമല്ലാത്തതോ അല്ലെങ്കിൽ തനിക്ക് യോഗ്യമല്ലാത്ത തരത്തിൽ സ്വഭാവം ഒന്നും നോക്കില്ല. രാഹുവുമായിട്ട് ശുക്രൻ ചേർന്ന് ശുക്രദശ നടന്നു കഴിഞ്ഞാൽ ഈ പ്രണയിക്കുന്ന ആൾ മറ്റേയാളുടെ സ്വഭാവം കാര്യങ്ങളും ഒന്നും നോക്കില്ല. അത് വന്നറിയാതെ വന്ന് വീഴുന്നതായിരിക്കും. ദോഷമായിട്ടുള്ള ഒരു പ്രണയമായിരിക്കും. ശുക്രനുമായിട്ട് ശുക്രനുമായിട്ട് രാഹു ചേർന്ന് ശുക്രദശ നടന്നാൽ, അതേസമയം ശുക്രനുമായി രാഹു ചേർന്ന് രാഹുർദശയാണ് നടക്കുന്നെങ്കിൽ നല്ല പ്രണയമായിരിക്കും. അത് മിക്കവാറും പ്രണയം വരണമെന്ന് പോലുമില്ല, ദോഷങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഭോഗകാരകൻ തന്നെയാണ് രാഹു, പക്ഷേ നാശം ഉണ്ടാക്കില്ല. അതേസമയം ശുക്രനുമായി രാഹു ചേർന്ന് ശുക്രദശ നടന്നാൽ ദോഷമുണ്ടാക്കും എന്ന് പറയുമ്പോൾ അത് പേരുദോഷത്തെ, കീർത്തിക്ക് കുറവ് വരുത്തും. ശനി ചേരുമ്പോഴും ഇതുപോലെ പ്രായത്തിനേക്കാൾ ഉയർന്നതോ തരത്തിനേക്കാൾ ഉയർന്നതോ ഉയർന്നത് പറഞ്ഞാൽ തരത്തിനേക്കാൾ താഴ്ന്നതോ പ്രായം ഉയർന്നതോ ആയിട്ടുള്ള വിവാഹങ്ങളായിരിക്കും. ശനി ചേർന്ന് ശുക്രദശ നടന്നാൽ പ്രത്യേകം ചിന്തിക്കണം, ശുക്രദശ നടന്നാലാണത്. അതേസമയം ശനിദശയ്ക്ക് ആ കുഴപ്പമില്ല. ശനിദശ നടക്കുകയാണെങ്കിൽ നല്ല വിധം വിവാഹം നടക്കുക.
ശനികാര്യം ശുക്രൻ്റെ ഫലത്തെ എടുത്ത് ചെയ്യും. ഇത് ശരിക്കും മനസ്സിലാക്കണം. നമ്മളൊരു പാപൻ്റെ കൂടെ ശുഭൻ ചേരുമ്പോൾ ശുഭൻ്റെ ശക്തി ഇല്ലാതെയാവും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എപ്പോഴും സാത്വിക ബലത്തിന് ശക്തി കുറവാണ്. തമോ ബലത്തിന് തന്നെയാണ് എപ്പോഴും ഫലമേറി നിൽക്കുക. അസുരനാണ് എപ്പോഴും ജയിക്കുക. അവസാനമാണ് സാത്വികത്വം ജയിക്കുന്നുള്ളൂ. എല്ലാ സ്റ്റോറികളും അങ്ങനെ തന്നെയാണ്. രാവണയുദ്ധം, രാമരാവണ യുദ്ധവും ദുര്യോധനാണെങ്കിലും ഇത് ജീവിതം മൊത്തം ജയിച്ചവനാണ് ദുര്യോധനൻ. അവസാനമാണ് ദുര്യോധനൻ പരാജയപ്പെടുന്നത്. അതുപോലെ തമസ് എപ്പോഴും വിജയിച്ച മാർഗത്തിൽ നിൽക്കും. പക്ഷേ ആത്യന്തിക വിജയം തമസനായിരിക്കില്ല, സത്വത്തിനായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ശുഭഗ്രഹത്തിൻ്റെ കൂടെ പാപഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ശുഭൻ്റെ ശക്തി അടിച്ചു മാറ്റിയിട്ട്, കള്ളനെ പോലെ എടുത്തു മാറ്റിയിട്ട് അത് നമുക്ക് ആര് തരും? ആ പാപഗ്രഹം ശനി. ശുക്രൻ്റെ കൂടെ നിൽക്കുന്ന ശനിയാണെങ്കിൽ ശനി തരും, ശുക്രൻ തരില്ല. ശുക്രൻ ശക്തി നഷ്ടപ്പെട്ടു ശനിയുടെ കൂട്ട് ചേർന്നതോടുകൂടി. അതിങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു കലക്ടറും ഒരു കള്ളുകുടിയനും തമ്മിൽ കൂട്ടുചേരുമ്പോൾ കള്ളുകുടിയൻ കലക്ടറുടെ കൂടെ ചേരുന്നതുകൊണ്ട് കള്ളുകുടിയൻ്റെ വീട്ടുകാരും കുടുംബക്കാരൊക്കെ വിചാരിക്കും വളരെ ഭയങ്കര ഉയർന്നോ, അവൻ്റെ കൂട്ട് കലക്ടറായിട്ടാണ് എന്ന് പറയും. തിരിച്ച് കലക്ടറുടെ വീട്ടുകാരും കലക്ടറുടെ സൊസൈറ്റിയും ഫ്രണ്ട്സും സർക്കിളും ഒക്കെ എന്താ പറയുക, അവൻ മോശപ്പെട്ടവനായി കള്ളുകുടിയൻ്റെ കൂടെ. അപ്പം നമുക്ക് കൂട്ട് ഒരു പ്രധാനം തന്നെയാണ്. പാപൻ്റെ കൂടെ ചേരുന്ന ശുഭൻ കെട്ടുപോകും. അതേസമയം ശുഭൻ്റെ കൂടെ ചേരുന്ന പാപൻ ശുഭനാവും. അപ്പോൾ പാപൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ശുഭൻ്റെ ദശ വരുമ്പോൾ ദോഷങ്ങൾ വരും. അതേസമയം ശുഭൻ്റെ കൂടെ നിൽക്കുന്ന പാപൻ്റെ ദശ വരുമ്പോൾ, അതായത് ശുക്രൻ്റെ കൂടെ നിൽക്കുന്ന ശനി നന്നാവും, ശുക്രൻ കെട്ടുപോകും. അത് ഡിഗ്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 ഡിഗ്രിക്ക് ഉള്ളിൽ വരുമ്പോഴാണ് പൂർണ്ണമായിട്ടും ശുക്രൻ കെട്ടുപോവുക. ശനിയും ശുക്രനും തമ്മിൽ 8 ഡിഗ്രിക്ക് ഉള്ളിൽ നിൽക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ ശുക്രൻ്റെ പവർ മൊത്തം ഇല്ലാതെയാവും. പിന്നെ ശുക്രൻ പാപക്ഷേത്രത്തിലോ ശത്രുക്ഷേത്രത്തിലോ നീചക്ഷേത്രത്തിലാണെങ്കിലും അങ്ങനെ സംഭവിക്കാം. അപ്പോൾ അതുപോലെയാണ് ശുക്രന് ശനിബന്ധമോ രാഹുബന്ധമോ വരുമ്പോൾ ശുക്രൻ സ്വയം കെട്ട് രാഹുവിനെയും ശനിയെയും ശുഭപ്പെടുത്തുമ്പോൾ അവരുടെ ദശ വരുമ്പോൾ, ശനിയുടെയോ രാഹുവിൻ്റെയോ ദശയാണ് വരുന്നതെങ്കിൽ നല്ല പ്രണയമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത പ്രണയമാണ് ഉണ്ടാവുക, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വിവാഹ ജീവിതം തന്നെ ഉണ്ടാവും. പക്ഷെ തിരിച്ചു വരുമ്പോൾ മിക്കവാറും ശുക്രൻ്റെ ദശയാണ് വരുന്നതെങ്കിൽ അത് മോശം പ്രണയമായിരിക്കും, തരം താഴ്ന്നതായിരിക്കാം, പലപ്പോഴും ഏജ് ഡിഫറൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക ഡിഫറൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള നമുക്ക് ഒരു താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു ദശ കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ദശ വളരെ പ്രധാനമാണ്. ചെറുപ്രായത്തിൽ 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സമയം വരുന്ന ദശ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും തുലാ രാശിയിൽ ശുഭത്വം ഉണ്ടാവണം പ്രണയവിവാഹം വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രണയം പരാജയപ്പെടും. തുലാരാശിയും ഇടവരാശിക്കും ശുക്രനും ശുഭത്വം ഉണ്ടെങ്കിലാണ് പ്രണയവിവാഹം വിജയിക്കുക. അങ്ങനെ ഒരു വിജയമുണ്ട്. തുലാരാശിക്ക് അത് കേടുണ്ടെങ്കിൽ പ്രണയവിവാഹം കൊണ്ട് നഷ്ടമേ ഉണ്ടാവുള്ളൂ. തുലാരാശിയിൽ ചൊവ്വ നിന്നു, ഇടവരാശിയിൽ ശനി നിന്നു പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ വിവാഹം പോലും നടക്കില്ല മിക്കവാറും. കാര്യം 2 രാശിയും പ്രധാനമാണ്. ഇടവരാശിയും തുലാരാശിയും പ്രണയം വിവാഹം കൊടുക്കുന്ന രാശികളാണ്. വിവാഹകാരകൻ ഈ ശുക്രൻ്റെ എല്ലാ ഗുണങ്ങളും കൊടുക്കുക തൻ്റെ വീടും കൂടിയാണ്. അപ്പോൾ ആ വീടുകൾ കെടാൻ പാടില്ല. അപ്പോൾ പ്രണയത്തിന് ഈ 2 വീടുകളും ശുഭത്വം ഉണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് വിജയിക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഇത് പരാജയപ്പെടാൻ സാധ്യത കൂടുതലാണ്. ശുക്രനും ശുഭത്വം ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ഗുരുദൃഷ്ടി, ചന്ദ്രദൃഷ്ടി, അല്ലെങ്കിൽ ശുക്രബന്ധം, ഇങ്ങനെയാണ് ശുഭത്വം എന്ന് പറയുന്നത്. അവിടെ ശനിയോ ചൊവ്വയോ മാത്രം നിൽക്കുകയാണെങ്കിൽ, മറ്റ് ഗ്രഹങ്ങൾ കൂടി ശുഭഗ്രഹങ്ങളുണ്ടെങ്കിൽ ദോഷം വരില്ല. ചൊവ്വയോ ശനിയോ രാഹുവോ അങ്ങനെയുള്ള പാപഗ്രഹങ്ങൾ മാത്രം, അല്ലെങ്കിൽ അമാവാസി ചന്ദ്രനോ മാത്രം നിൽക്കുകയാണെങ്കിൽ ആ പാവങ്ങൾ കെട്ടുപോകും. അപ്പോൾ അങ്ങനെ കെടാതിരിക്കുന്നത് പ്രണയത്തിനൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു പ്രണയം കാണുന്നത് സാധാരണ ആകർഷണം കാണുക, സമസപ്തമം, അതായത് ചന്ദ്രൻ്റെ രാശിക്ക് 7ൽ നിൽക്കുക, ലഗ്നത്തിൻ്റെ 7ാം ലഗ്നം വരിക, ഇങ്ങനെയുള്ള ആളുകളിലും പ്രണയവിവാഹത്തെ കാണാറുണ്ട്. അതായത് ലഗ്നത്തിൻ്റെ 7ാം ലഗ്നത്തിൽ വരുന്ന ഇണയുമായിട്ട് അറിയാതൊരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു പ്രണയം വരും. അതുപോലെ ചന്ദ്രൻ്റെ രാശിക്ക് 7ൽ വരുന്ന സമസപ്തമെന്ന് നമ്മൾ പറയുന്ന ഒരു കാരണത്തിനും ഒരു സ്വഭാവ ഐക്യം കൊണ്ട് ഒരു കണ്ടുമുട്ടുകയാണെങ്കിലും അങ്ങനെയുള്ള ആളുകളും പ്രണയം വരും. അതിനൊക്കെ ഈ ശുക്രനും തുലാരാശിയും ഇടവരാശിയുടെയും ശുഭത്വം പ്രധാനമാണ്. അവിടെ പാപത്വം വന്ന് നിൽക്കുമ്പോൾ ആ പ്രണയം വന്നാലും അത് ദോഷത്തിലേ കലാശിക്കുന്നു. അപ്പോൾ പ്രണയരാശികൾക്ക് ശുഭത്വം ഉണ്ടാവുക, ശുക്രന് ശുഭത്വം ഉണ്ടാവുക, അതാദ്യം.
പിന്നെ ഒന്ന് പ്രണയം, ഇതൊക്കെ ശുഭത്വമാണെങ്കിൽ പോലും മൂന്നാം ഭാവത്തിന് ശനി ചൊവ്വ ബന്ധം അല്ലെങ്കിൽ കെട്ടുപോയാൽ, മൂന്നാം ഭാവം കെട്ടുപോയാൽ, ചൊവ്വയ്ക്ക് ശനി ബന്ധവും രാഹു ബന്ധവും ഒക്കെ വന്ന് മൂന്നാം ഭാവാധിപനും ഭാവവും ഒക്കെ കെട്ടുപോവുകയാണെങ്കിലും പ്രണയിക്കാൻ തന്നെ കഴിയില്ല. അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. അവർക്ക് പ്രണയം തുറന്നു പറയാം, വൺ വേ ഉണ്ടാവും, മറ്റേ ആളോട് പറയാൻ കഴിയില്ല. കാര്യം മൂന്നാം ഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാം ഭാവമാണ് ധൈര്യം കൊടുക്കുന്നത്, പ്രണയത്തിനുള്ള ധൈര്യവും കൊടുക്കുന്നത്, കാമത്തിനുള്ള ധൈര്യം. കാമം എന്ന് പറയുന്നത് ആഗ്രഹമാണ്. എന്താഗ്രഹമാണെങ്കിലും, ധനത്തെ ആഗ്രഹിക്കുകയാണെങ്കിലും, ഇണയെ ആഗ്രഹിക്കുകയാണെങ്കിലും, എന്തൊരാഗ്രഹത്തിൻ്റെയും മൂലം വന്നിട്ട് മൂന്നാം ഭാവമാണ്. മൂന്നാം ഭാവത്തിൻ്റെ ബലം ധൈര്യം, വീര്യം, വിക്രമം എന്ന് പറയുന്നത് എല്ലാ പുരുഷ സ്വഭാവത്തിലെ പുരുഷാർത്ഥങ്ങളിലെല്ലാം വരുന്നത് ഈ ധൈര്യം, വീര്യം, വിക്രമം പറയുന്ന കാര്യങ്ങൾ വേണം. മത്സരിക്കാനാണെങ്കിലും പ്രേമിക്കാനാണെങ്കിലും സർവൈവ് ചെയ്യാൻ വേണ്ട പ്രധാന ഭാവമാണ് മൂന്നാം ഭാവം. ശക്തമായിട്ട് സർവൈവ് ചെയ്യാൻ, അടിമയായിട്ടല്ല. അടിമയായിട്ട് ആറാം ഭാവമാണ്. ശക്തനായിട്ട് സർവൈവ് ചെയ്യാൻ നമുക്ക് മൂന്നാം ഭാവം ബലമായാൽ മതി. മൂന്നാം ഭാവം ബലം. അപ്പോൾ പ്രണയിക്കണമെങ്കിലും, പ്രണയം പറയണമെങ്കിലും, പ്രണയം വിജയിക്കണമെങ്കിലും മൂന്നാം ഭാവം ബലം വേണം. പക്ഷേ ദശ എപ്പോഴും ശുക്രൻ്റെ ദശയോ ശുക്രനോട് ചേരുന്ന ഗ്രഹങ്ങളുടെ ദശയോ ആണ് നല്ല പ്രായത്തിൽ, 20 വയസ്സ് മുതലുള്ള പ്രായത്തിൽ വരുന്നുണ്ടെങ്കിൽ, 20ഓ 18ഓ എപ്പോഴാണെങ്കിലും ശരി, ആ ദശ ചെറുപ്രായത്തിൽ വരുന്നത് എപ്പോഴും പ്രണയത്തെ കൊടുക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തുലാ രാശി ശുഭത്വം, അല്ലെങ്കിൽ 7ാം രാശി ശുഭത്വം, 7ാം രാശിയിൽ ശുക്രൻ നിൽക്കുക, ലഗ്നത്തിൻ്റെ 7ൽ, രാശിക്കല്ല, രാശിക്കോ ലഗ്നത്തിനോ 7ൽ ശുക്രൻ നിൽക്കുന്നതും പ്രണയത്തെ കാണിക്കുന്നു. അതേപോലെ തന്നെ ഇടവത്തിലും തുലാത്തിലും ശുഭത്വം വരുന്നതും പ്രണയത്തെ കാണിക്കുന്നു. മൂന്നാം ഭാവത്തിന് ബലം വേണം. പിന്നെ ഈ പ്രണയം മോശമാവോ അല്ലെങ്കിൽ പ്രണയമുള്ള പ്രണയങ്ങളൊന്നും കുഴപ്പമുണ്ടാക്കുന്നില്ല. കാര്യം വീട്ടുകാർ തന്നെ കൂട്ടുകാരായി, പിന്നെ വീട്ടുകാരോട് പറഞ്ഞ് വീട്ടുകാർ തന്നെ വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് ഇപ്പോൾ നമ്മളൊക്കെ മാറി, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അതിന് ഒരു കാരണം പേരൻസുമായിട്ട് 4, 9 ഭാവങ്ങൾ പാപത്വം ഉണ്ടെങ്കിലും ചിലപ്പോൾ പ്രണയവിവാഹം, അതായത് കുഴപ്പമുള്ള പ്രണയവിവാഹങ്ങൾ സംഭവിക്കും. അഷ്ടമശനി, അതുപോലെ 7ര ശനി സമയം, അതുപോലെ 7ര ശനി തന്നെ പ്രധാനമായിട്ട്, അഷ്ടമശനി തന്നെ പ്രധാനമായിട്ടും സപ്തമശനി 7ൽ ശനി സഞ്ചരിക്കുന്ന സമയത്താണ് പ്രണയം തരിക. അത് അത് 6, 7 രാശികളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ശനി സഞ്ചരിക്കുമ്പോൾ പ്രണയം തരും. 8ലെത്തുമ്പോൾ അത് പൊട്ടിപ്പോവും. അങ്ങനെയാണ്. അപ്പോൾ വിജയിക്കണമെങ്കിൽ അഷ്ടമശനിയുടെ അടുത്താണ് പ്രണയം വരുന്നെങ്കിൽ അത് വിജയിക്കില്ല, ഏകദേശം അത് പരാജയപ്പെടും. പിന്നെ പേരൻസിൻ്റെ ഒരു കാര്യം, 4ാം ഭാവത്തിനും 9ാം ഭാവത്തിനും പാപത്വം ഉണ്ടെങ്കിലും അത് വിരുദ്ധ പ്രണയമായിരിക്കും. അതായത് കുടുംബത്തിനോട് സ്പർദ്ധ ഉണ്ടാകുന്ന പ്രണയമായിരിക്കും, അച്ഛനും അമ്മയും എതിർക്കുന്ന പ്രണയമായിരിക്കും. അപ്പോൾ കുട്ടിയുടെ ജാതകത്തിൽ 4ാം ഭാവവും 9ാം ഭാവവും പ്രധാനമാണ്. അവർക്ക് മോശം അവസ്ഥ വരുന്ന ഒരു കണ്ടീഷനാണ് ജാതകത്തിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ പ്രണയത്തിൻ്റെ ഒരു ക്വാളിറ്റി വരിക എപ്പോഴും വിരുദ്ധമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ശുക്രനുമായിട്ട് പാപഗ്രഹം വന്നിട്ടുണ്ടാവും, ശുക്രദശ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ 4ാം ഭാവം 3ാം ഭാവം പ്രധാനമാണ്. മാതാവ്, വണ്ടി, വീട്, വാഹനം, കുടുംബം ഇതൊക്കെ നോക്കുന്ന 4ാം ഭാവം മാതാവിനെ പ്രധാനമായിട്ട്, മാതാവിന് ദുഃഖം വരിക എന്നൊരു കണ്ടീഷൻ ജാതകത്തിലുണ്ടെങ്കിലാണ് അത് വിജയിക്കുക. അതുപോലെ 9ാം ഭാവം പ്രധാനമാണ്. 7, 11 ഭാവങ്ങൾ, 11ആണ് ഇതിൻ്റെയൊക്കെ ലാഭം. 11ന് പാപത്വം വന്നുകൂടാ. 3ന് ശുഭത്വം വരുന്ന പോലെ തന്നെ 11ാം ഭാവത്തിനും പാപത്വം വരാൻ പാടില്ല. 11ാം ഭാവത്തിന് പാപത്വം വരുമ്പോഴും ലാഭം ഉണ്ടാവില്ല, അതായത് പ്രണയ ലാഭം ഉണ്ടാവില്ല. 11ാം ഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും ശുക്രൻ്റെ 2 രാശികളും, തുലാരാശി, ഇടവരാശി ശുഭത്വം, അല്ലെങ്കിൽ ലഗ്നാൽ 7ൽ ശുക്രൻ ശുഭനായി നിൽക്കുക, ലഗ്നാൽ 7ൽ ഏതെങ്കിലും ഒരു പാപഗ്രഹം നിന്ന, അങ്ങനെയുണ്ട്. ലഗ്നാൽ 7ൽ കേതു നിൽക്കുക, അല്ലെങ്കിൽ രാഹു ഒറ്റയ്ക്ക് നിൽക്കുക, കേതു നിൽക്കുക, അത് ശുക്രൻ്റെ രാശിയാവുക, അപ്പോഴും പ്രണയവിവാഹം വരും. അവരുടെ ദശ വരും ചെയ്യുക ആ സമയത്ത്. ഇപ്പോൾ മേടലഗ്നത്തിൻ്റെ 7ൽ രാഹു നിന്നു, രാഹുർ ദശ 20 വയസ്സിൽ വന്നു എന്ന് വയ്ക്കുക, അപ്പോഴും പ്രണയവിവാഹം ഉണ്ടാകും. കാര്യം രാഹു ശുക്രനെ പോലെ പണിയെടുക്കും. അതേപോലെ വൃശ്ചിക ലഗ്നം വന്നു, വൃശ്ചികത്തിൻ്റെ 7ൽ രാഹു നിന്നു അല്ലെങ്കിൽ കേതു നിന്നു, ആ ദശ ആ പ്രായത്തിൽ പ്രണയവിവാഹ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതും പ്രണയത്തിലെത്തിക്കും. അപ്പോൾ 7ൽ രാഹു നിൽക്കുന്നതും പാപത്വം, ചെറിയൊരു പാപത്വം വരുന്നതും, പക്ഷെ അത് അപ്പോൾ പൂർണ്ണമായി വീട്ടുകാരോട് ഇഷ്ടത്തോടു കൂടിയുള്ളൊരു വിവാഹമാവില്ല. 7ൽ ശുഭനാണെങ്കിൽ അത് പൂർണ്ണമായും വീട്ടുകാരുടെ ഇഷ്ടത്തോടു കൂടി തന്നെയായിരിക്കും, എല്ലാവരും അംഗീകരിച്ചും അറിഞ്ഞുള്ള പ്രണയ വിവാഹ ജീവിതമായിരിക്കും. മറ്റത് അതായിക്കൊള്ളണമെന്നില്ല. പാപം വരുന്നതിനനുസരിച്ച് ചെറിയ കുഴപ്പങ്ങളൊക്കെ തരും എന്നുള്ളതാണ്. ചിലപ്പോൾ പാപം കൂടും, 2, 3 പാപന്മാർ വരുമ്പോൾ പ്രണയം നടക്കും, പക്ഷേ വിവാഹം നടക്കാതെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും ശുക്രൻ്റെ വീടുകളുമാണ് പ്രണയം തരുക. ശുക്രനാണ് ആകർഷണ ഗ്രഹം.
പിന്നെ രാഹുവാണ്. പക്ഷേ രാഹു ശുക്രൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ആകർഷണം തരിക. രാഹു ശുക്രൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ആകർഷണം തരും. ശനിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ വൈരാഗ്യം തരും. സൂര്യൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അധികാരം തരും. ചൊവ്വയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ധൈര്യം, വീര്യം, വിക്രമം, കമാൻഡിങ് പവർ തരും. അപ്പോൾ രാഹു എവിടെ, അല്ലെങ്കിൽ രാഹുകേതുക്കൾ എവിടെ നിൽക്കുന്നോ ആ വീടിനനുസരിച്ച് സ്വഭാവമാണ്. ശുക്രൻ്റെ വീടുകളിൽ നിൽക്കുന്ന രാഹുകേതുക്കളും ശുക്രനുമാണ് പ്രധാനമായിട്ടും പ്രണയവിവാഹത്തെ തരിക. അപ്പോൾ പ്രണയവിവാഹം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ചില ആളുകൾക്ക് സമസപ്തമം വരും. സമസപ്തമം 7 രാശികൾ തമ്മിൽ. അപ്പോൾ അവരൊരു നല്ല സ്വഭാവ ചേർച്ചയുണ്ടാവും. അപ്പോൾ വിവാഹത്തിന് ശേഷവും നല്ല പ്രണയം ഉണ്ടാവും, അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് അവർ കണ്ടെത്തി പ്രണയിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ലഗ്നങ്ങൾ 7 ലഗ്നം അത് വരുന്നതും. പിന്നെയുള്ളത് 1, 5, 9 അതായത് കേതുവിൻ്റെ നക്ഷത്രത്തിലാണ്, അശ്വതി നക്ഷത്രത്തിലാണ് ഒരാൾ ജനിക്കണമെങ്കിൽ അശ്വതി, മകം, മൂലം, അപ്പോൾ ഒരേ നക്ഷത്രങ്ങൾ വരിക. അങ്ങനെയും ഒരു അഭിപ്രായ സ്വഭാവ ഐക്യം കാണലുണ്ട്. ഒരേ നക്ഷത്രങ്ങൾ വരുമ്പോഴും ഒരു സ്വഭാവം. ഇപ്പോൾ രോഹിണിയാണെങ്കിൽ അത്തം, തിരുവോണം, അവർ തമ്മിൽ നല്ലൊരു യൂണിറ്റി ഉണ്ടാവും. അവർ എന്തൊരു കൂട്ട് ബിസിനസ് തുടങ്ങുമ്പോഴും, പ്രണയം മാത്രമല്ല, പ്രണയം എന്ന് പറയുന്നത് എന്താ, കൂട്ട് ജീവിതം ആരംഭിക്കലാണ്. അതുപോലെ തന്നെ കൂട്ട് ബിസിനസ് തുടങ്ങുമ്പോഴും, കൂട്ട് ചേർന്നിട്ട് പഠിക്കുകയാണെങ്കിലും, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു യൂണിറ്റി ഒരേ നക്ഷത്രക്കാർ വരുമ്പോഴും അങ്ങനെ കാണലുണ്ട്. അങ്ങനെ ഒരു സ്വഭാവം കാണിക്കലുണ്ട്. പ്രധാനമായിട്ടും 7ാം ഭാവത്തിന് ശുഭത്വവും 7ാം ഭാവത്തിൻ്റെ നല്ല ഗ്രഹങ്ങളുടെ ബന്ധവും വരുമ്പോൾ തന്നെ കൂട്ടുകൾ നന്നാവും. നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടും, നല്ല പാർട്ട്ണർഷിപ്പ് കിട്ടും, നല്ല ജീവിത പങ്കാളിനെയും കിട്ടും, നല്ല പ്രണയവും കിട്ടും, പ്രണയം വിജയം കിട്ടും. അപ്പോൾ 7ാം ഭാവത്തിൻ്റെ പ്രാധാന്യം പ്ലസ് ശുക്രനാണ് തമാശയാണെങ്കിലും ശൃംഗാരമാണെങ്കിലും എന്തൊരു കാര്യത്തിന് രസിക്കാനുള്ള കഴിവ് തരുന്നത് ശുക്രനാണ്. ബുദ്ധി രസിക്കുന്നത് ബുധനാണെങ്കിൽ വികാരത്തെ രസിക്കുന്നത് ശുക്രനാണ്. പിന്നെ ചന്ദ്രൻ്റെ ബലം, മനസ്സിൻ്റെ ബലം, മനസ്സിന് അത്യാവശ്യം രസിക്കാൻ, എനർജറ്റിക്കായിട്ട് രസിക്കാനുള്ളൊരു കഴിവ് ചന്ദ്രന് കൊടുക്കും. പക്ഷെ പ്രധാനമായിട്ടും ഇണയുടെ ആകർഷണം കൊടുക്കുക ശുക്രനും ശുക്രൻ്റെ വീടുകളുമാണ്. അപ്പോൾ പ്രണയവിവാഹമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു എഴുതി ചോദിച്ചാൽ എന്നോട് പ്രണയവിവാഹം എങ്ങനെയൊക്കെ വരാം, ഏതൊക്കെ ജാതകങ്ങളിലെന്ന്. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോകളിലൂടെ കാണാം. നന്ദി, നമസ്കാരം.